ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇന്ന് തുടരും. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നും പുഴയിലിറങ്ങി പരിശോധിക്കും. കൂടുതൽ ആളുകളെ എത്തിച്ച് വിപുലമായ തെരച്ചിലാണ് ഇന്ന് നടത്തുക. കാലാവസ്ഥ അനുകൂലമായി തുടരുന്നത് പ്രതീക്ഷ നൽകുന്നു. SDRF, NDRF, നേവി സംഘങ്ങൾ കൂടി സജീവമായി ഇന്നത്തെ തെരച്ചിലിന്റെ ഭാഗമാകും. വിവരങ്ങളുമായി അവിടെ നിന്നും സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, നമസ്കാരം. ഇന്നും തെരച്ചിൽ തുടരുകയാണ്. ചെറിയൊരു പ്രതീക്ഷയോടെ ഇന്നും അന്വേഷിക്കുകയാണ്. എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുമോ? ഇന്ന് ഇതിനോടകം തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് സാരംഗ്? മോത്തി, നമസ്കാരം. ഇന്നലെ വൈകിട്ടോടുകൂടി നമുക്ക് വാഹനത്തിന്റെ ഹൈഡ്രോളിക് ജാക്ക് ലീവർ കണ്ടെത്താൻ കഴിഞ്ഞത് പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 28 ദിവസം, ഇന്ന് 28ാമത്തെ ദിവസമാണ് ഇത്തരത്തിൽ ഷിരൂരിൽ മണ്ണിടിഞ്ഞ അപകടമുണ്ടായ അർജുനെ കാണാതായിട്ട്. അപ്പോൾ ആ 28 ദിവസമായും അതിൽ 2 ആഴ്ചക്കാലത്തോളം ഏകദേശം ഒരു ചെറിയൊരു നിഷ്ക്രിയത്വം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒന്ന് മിഷൻ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ബാക്കി ദിവസങ്ങളിലൊക്കെ തന്നെ സജീവമായിട്ട് ഇവിടെ നല്ല രീതിയിൽ തന്നെ ആ മിഷൻ നടന്നിരുന്നു. എന്നിരുന്നാൽ പോലും ഇവിടെ എത്തിയിരുന്ന വിവിധ സേനാ വിഭാഗങ്ങൾക്കോ സന്നദ്ധ സേവകർക്കോ ഒന്നും തന്നെ ഇവിടെ നിന്ന് അർജുൻ്റെ വാഹനത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു വാഹനത്തിൻ്റെയോ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇത് വാഹനത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ പോലും വാഹനത്തിൻ്റെ ടൂൾ ബോക്സിലെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു വസ്തു കൂടിയാണ് ഹൈഡ്രോളിക് ജാക്ക് ലീവർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇത്തരത്തിൽ പുഴയിൽ തിരച്ചിൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് 4 തരത്തിലുള്ള ഘട്ടങ്ങളായിട്ടായിരുന്നു തിരിച്ചിരുന്നത്. അതിൽ 1ാമത്തെ ഘട്ടത്തിൽ നിന്ന് തന്നെ ഹൈഡ്രോളിക് ജാക്ക് ലീവർ കണ്ടെത്താൻ സാധിച്ചു എന്ന് പറയുന്നത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. കുടുംബത്തിന് അർജുനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തെളിവുകൾ ഇവിടെ നിന്ന് ശേഖരിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി നൽകുന്നുണ്ട്. മാത്രമല്ല, അർജുനെ പോലെ തന്നെ ഈ പ്രദേശവാസികളായിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള 2 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. അവരും അത്തരത്തിലുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ അർപ്പിക്കുന്നുണ്ട്. അവരുടെ കുടുംബവുമായൊക്കെ നമ്മൾക്ക് ഇന്നലെ സംസാരിക്കാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ പുഴയുടെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാം, വേലി ഇറക്കമാണെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും. പൊതുവെ പുഴ അതിൻ്റെ ഒരു സ്വാഭാവിക ഒഴുക്ക് വീണ്ടെടുത്ത് പോകുന്ന ഒരവസ്ഥയായിരുന്നു. ഇന്നലെ വൈകിട്ടൊക്കെ തന്നെ ഇത്തരത്തിൽ പുഴയിലേക്ക് ഇറങ്ങി ഈശ്വർ മാൽപ്പെ സംഘം തിരച്ചിലിനിറങ്ങുന്ന സമയത്ത് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് വേലിയേറ്റത്തിൻ്റെതാണ്. അപ്പോൾ ആ സമയത്ത് പോലും നമ്മൾക്ക് ഇത്തരത്തിൽ ഒരു തിരച്ചിൽ പരിമിതമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു തിരച്ചിൽ നടത്താൻ സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടും കാലാവസ്ഥ അനുകൂലമാവുന്ന, ഒഴുക്ക് നമ്മൾക്ക് അനുകൂലമാവുന്ന, എല്ലാ തരത്തിലും എല്ലാ ഘടകങ്ങളും അനുകൂലമാവുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് പറയാൻ സാധിക്കും. ഇന്നലെ ഈശ്വർ മാൽപ്പെ പറഞ്ഞതുപോലെ തന്നെ വെയിൽ കൃത്യമായി പുഴയിലേക്ക് അടിക്കുന്ന സമയത്ത് പുഴയുടെ അടിത്തട്ട് വരെ കൃത്യമായി കാണാൻ കഴിയും എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തുന്ന SDRF, NDRF അതുപോലെ തന്നെ നേവി ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വരാത്തതായുണ്ട്. കാരണം കാർവാർ MLA ആയിട്ടുള്ള അദ്ദേഹത്തിനൊക്കെ തന്നെ ഇത്തരത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ നേവിയെക്കുറിച്ച് നമ്മളൊക്കെ സംസാരിക്കുന്ന സമയത്ത് SDRF, NDRF സംഘമൊക്കെ ഇവിടെ എത്തുന്ന സമയത്ത് വരും എന്നുള്ള കാര്യം ഉറപ്പ് പറയുന്ന സമയത്ത് നമ്മൾ സാർ നേവി വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് വാട്ട് നേവി, വെൻ നേവി, വൈ നേവി എന്നൊക്കെ തന്നെയാണ്. കാരണം നേവി ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിലൊന്നും തന്നെ ഇവിടെ ഈ പ്രദേശത്തുള്ള ജനപ്രതിനിധികളൊന്നും തന്നെ തൃപ്തരല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് ഇവിടെ SDRF, NDRF സംഘം തീർച്ചയായും തിരച്ചിലിനിറങ്ങും. അതുപോലെ തന്നെ MLAയുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് ഇന്നലെ ഇവിടെ ഈശ്വർ മാൽപ്പെ സംഘത്തിന് തിരച്ചിലിനിറങ്ങാൻ സാധിച്ചത്. ഇന്ന് അത് മാത്രമല്ല, ഈശ്വർ മാൽപ്പെ സംഘം മാത്രമല്ല, തദ്ദേശീയരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ കൂടി ഇവിടെ എത്തിക്കാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടി പറയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, റോഡിൻ്റെ ഒരു വശത്തായിട്ട് അന്ന് മണ്ണിടിഞ്ഞ് വീണ് അപകടമുണ്ടായ ആ ഒരു പ്രദേശം നമുക്ക് കാണാൻ കഴിയും. അവിടെ ആ ടവറിൻ്റെ അവശിഷ്ടങ്ങൾ, പൊട്ടി വീണ കേബിളുകളൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. വലിയ വലിയ പാറക്കല്ലുകൾ എത്രത്തോളം ഇപ്പോൾ കാണുന്ന സമയത്ത് നമ്മളിന്ന് രാവിലെ ഇതിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് പറയുകയായിരുന്നു. കാരണം ഒറ്റനോട്ടത്തിൽ കാണുന്ന സമയത്ത് വലിയ അപകടമൊന്നും തോന്നിക്കാത്തൊരു പ്രദേശമാണ്. ഇപ്പോൾ നമ്മൾ ആ ഒഴുക്ക്, സ്വാഭാവികമായ ഒഴുക്ക് കാണുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കുന്നുണ്ട്, വളരെ സുന്ദരമായൊരു പ്രദേശമാണ്, ആളുകൾക്കൊക്കെ തന്നെ വിശ്രമിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണെന്ന്. പക്ഷേ ഇത്ര വലിയൊരു അപകടമാണ് ഈ കാണുന്ന കുന്നുകൾ ഉള്ളിൽ ഒളിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾക്ക് ആർക്കും പ്രവചിക്കാൻ സാധിക്കുന്നതല്ല. കാരണം ഇപ്പോൾ അടിത്തട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ വലിയ പാറക്കഷ്ണങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് സ്വാഭാവികമായ ചെറിയ ഒരു ഇറക്കമായിരുന്നു, പുഴയിലോട്ടുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു ഭൂപ്രകൃതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ മലയുടെ ഒരു ഭാഗം തന്നെ ഇവിടെ, ഇപ്പോൾ അത് രക്ഷാപ്രവർത്തകർ ഇങ്ങോട്ടേക്ക് JCBയോ ഹിറ്റാച്ചിയോ ഉപയോഗിച്ച് മാറ്റിയതാവട്ടെ, അല്ലെങ്കിൽ ആ ഒരു മലയിടിഞ്ഞ് വന്ന
പ്രതിഭാസത്തിന്റെ ഭാഗമായി സ്വാഭാവികമായി ഇങ്ങോട്ടേക്ക് വന്ന് വീണതാവട്ടെ. എന്തായാലും ഇപ്പോൾ ഇവിടെ മറ്റൊരു വലിയ മൺതിട്ട് തന്നെ രൂപപ്പെട്ടു എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ഏകദേശം ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ടുപിറകിലായി ജിതിൻ തുടക്കം മുതൽ തന്നെ അവിടെ ഷിരൂരിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ജിതിൻ അവിടെ തുടരുന്നുണ്ടോ, അതോ മറ്റു ബന്ധുക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടോ അവിടെ? മോത്തി, ജിതിനും അതുപോലെ തന്നെ അർജുന്റെ സഹോദരനും ഇന്നലെ രാവിലെ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. അവർക്ക് മിനിഞ്ഞാന്ന് വൈകിട്ട് ഇത്തരത്തിൽ കാർവാറിൽ വെച്ച് നടന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ചില ഉറപ്പുകൾ കുടുംബത്തിനെ നൽകിയിരുന്നു. അപ്പോൾ അത് പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് കോഴിക്കോട് നിന്ന് സ്പെഷ്യൽ ട്രെയിനിൽ ഇത്തരത്തിൽ അവർ ഇവിടെ എത്തിയത്. അവരോടൊപ്പം തന്നെ ലോറി ഉടമയായ മനാഫും എത്തിയിരുന്നു. പക്ഷേ ഇന്നലെ ഉച്ചവരെ അവർക്ക് ആകെ നിരാശരാകേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. കാരണം അവരോട് പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ ഒരു പരിധിവരെ ജില്ലാ ഭരണകൂടം തെറ്റിക്കുന്ന ഒരു അവസ്ഥ വന്നു. രാവിലെ 9 മണിയോടുകൂടി തന്നെ സോണാർ അടക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ച് നദിയിലെ അടിയൊഴുക്ക് പരിശോധിക്കുമെന്നും അതേ തുടർന്ന് മുങ്ങൽ വിദഗ്ധർ പുഴയിലിറങ്ങി പരിശോധന നടത്തും എന്നുമായിരുന്നു ഇവിടെ എത്തിയിരുന്ന കുടുംബത്തിന് ജില്ലാ ഭരണകൂടം, പ്രത്യേകിച്ച് SP-യും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും ഒക്കെ തന്നെ നൽകിയിരുന്ന മറുപടി. അപ്പോൾ ആ വാക്കിൽ അവർ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. പക്ഷേ ഇവിടെ എത്തിയ സമയത്ത് ഇന്നലെ ഉച്ചവരെ യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ കാർവാർ MLA ആയ സതീഷ് കൃഷ്ണസേന എത്തി. അദ്ദേഹത്തിന്റെ പിന്തുണയോടുകൂടി മാത്രമാണ് ഇത്തരത്തിൽ ഈശ്വർ മാൽപ്പെ സംഘത്തിന് പുഴയിലിറങ്ങാൻ സാധിച്ചത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഈശ്വർ മാൽപ്പെ സംഘത്തിന് ഇവിടെ പുഴയിലിറങ്ങുന്നതിന് അനുമതി നിഷേധിക്കുന്ന ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് ഏകദേശം 6:30 കൂടിയാണ് യോഗം ആരംഭിച്ചത്. 8 മണിയോടുകൂടി ഈശ്വർ മാൽപ്പെ സംഘത്തിന് നദിയിലിറങ്ങാൻ അനുമതി നൽകേണ്ടതില്ല എന്നുള്ള ഒരു കടുത്ത തീരുമാനം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒരു പരിധിവരെ ആ ഒരു തീരുമാനത്തെ ലംഘിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ ഈശ്വർ മാൽപ്പെ പുഴയിലിറങ്ങിയത്. എന്തായാലും ഇത്രയും ദിവസം നീണ്ടുനിന്ന തെരച്ചിലിൽ ഒരു സുപ്രധാന വഴിത്തിരിവുണ്ടാക്കാൻ സാധിച്ചത് ഈശ്വർ മാൽപ്പെ സംഘത്തിനാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈശ്വർ മാൽപ്പെ സംഘത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തിരച്ചിൽ നടത്തുന്ന കാര്യം ജില്ലാ ഭരണകൂടത്തിന് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് കുടുംബാംഗങ്ങൾ പോലും നമ്മളോട് വ്യക്തമാക്കുന്നത്. മോത്തി.